മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സ്തുതി ചൊല്ലി ശാന്തമായിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വിചിന്തനത്തിനും ധ്യാനത്തിനുമായിട്ട് എടുക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ്. ആ വചനഭാഗത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഹെഡിങ് ആയിട്ട് ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഈശോയോട് ചേർന്ന് നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ വചനത്തിൽ 22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എന്തു ഭക്ഷിക്കും എന്ന ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷികളെക്കാൾ, നിസ്സാരമായിട്ട് നമ്മൾ കരുതുന്ന പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നമ്മൾ. ഈ ഒരു ബോധ്യം നമ്മൾക്കുണ്ടാകണം. നമുക്കറിയാം, ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഈശോ നല്ലൊരു ടീച്ചറാണ്. പ്രകൃതിയിൽ നിന്നും നല്ല കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഒരു കടുകുമണിയെ കൊണ്ടൊക്കെ ഉപമിച്ച് സ്വർഗരാജ്യത്തെ അങ്ങോട്ട് ഉപമിക്കുക. ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഈ കാര്യങ്ങൾ ഈശോ പറഞ്ഞു വെക്കുക. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കണം. ഇന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒരു കാര്യം, കാക്കകളെ നോക്കുവിൻ. നമ്മൾ നിസ്സാരമായിട്ട് എല്ലാ ദിവസവും പ്രഭാതം തൊട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തും പരിസരങ്ങളിലും എല്ലാം കാണുന്ന ഒരു പക്ഷിയാണ്. പക്ഷേ ബൈബിളിൽ പല പ്രാവശ്യം ഈ പക്ഷി കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ പക്ഷിയെ നോക്കി പഠിക്കാനായിട്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ പരിപാലന എന്തോരമുണ്ടെന്ന് ഇതിനെ നോക്കി പഠിക്കുവാനായിട്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഈ പക്ഷിയിൽ നിന്നും ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ഈ പക്ഷിയിൽ കാണുന്നൊരു പ്രത്യേകത, അവയ്ക്ക് ഉത്കണ്ഠയില്ല, ഉത്സാഹമുണ്ട്. നമുക്കറിയാം, എല്ലാ ദിവസവും അത് കൊത്തിപ്പെറുക്കി ഇങ്ങനെ നമ്മുടെ പരിസരത്തിലൂടെയൊക്കെ നടക്കുന്നത് കാണാനായിട്ട് പറ്റും. വൈകുന്നേരമാകുമ്പോൾ ഉത്കണ്ഠയോടെയല്ല പോകുന്നത്. നേരം വെളുത്ത് പ്രഭാതത്തിൽ രാവിലെ അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. വളരെ ഉത്സാഹത്തോടെ അതിൻ്റെ ദിവസങ്ങൾ തുടങ്ങുകയാണ്. നമ്മളിതിൽ നിന്ന് പഠിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദിവസം അവസാനിക്കാറാവുമ്പോൾ വളരെ ഒത്തിരിയേറെ ഉത്കണ്ഠയാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇതിന് ശേഷം എങ്ങനെയാണ്, എപ്പോഴാണ് വീട്ടിലെത്തുന്നത്, അതിനുശേഷം കഞ്ഞിയൊക്കെ കിട്ടുമോ, അല്ലെങ്കിൽ യാത്രയൊക്കെ സുഖമായിരിക്കുമോ, നമ്മളിവിടെ ഇരിക്കുമെങ്കിലും ശാരീരികമായിട്ട് ചിലപ്പോൾ ഇവിടെ ഉണ്ടെങ്കിലും പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഈ പക്ഷിയിൽ നിന്നും ഈശോ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അവയ്ക്ക് നാളെയെക്കുറിച്ച് ഉത്കണ്ഠയില്ല, മറിച്ച് ഉത്സാഹമാണ്. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഉത്സാഹത്തോടുകൂടി അതിൻ്റെ ജീവിതത്തിൽ വേണ്ട തീറ്റകൾ തേടി അതിൻ്റെ യാത്ര തുടരുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉത്സാഹത്തോടുകൂടി ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈശോ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ നിസാരമെന്ന് നമ്മൾ കരുതുന്ന പക്ഷി രണ്ടാമത് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഭിന്നിപ്പില്ല, ഒന്നിപ്പാണ് ഇവയ്ക്കുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാക്കക്കൂട്ടങ്ങളിൽ നമ്മൾ നിവൃത്തിയുണ്ടെങ്കിൽ കല്ലെടുത്തെറിയാതെ പോകും. കാരണം അതിൻ്റെ ഒരു കുഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു പക്ഷി വഴിയരികിൽ കിടക്കുന്നുണ്ട്, നമ്മൾ കല്ലെടുത്തെറിയുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ ദേശത്തുള്ള കാക്ക മുഴുവൻ അവിടെ എത്തിയിരിക്കും. പ്രത്യേകമായ ഒരു സ്വരം പുറപ്പെടുവിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ പക്ഷികളെല്ലാം അവിടെ എത്തിച്ചേരുന്നത് കാണാനായിട്ട് പറ്റും. അതാണ് അവയ്ക്ക് ഭിന്നിപ്പല്ല, ഒന്നിപ്പുണ്ട്. ഏതൊരു കാര്യം വരുമ്പോഴും അതിൻ്റെ കൂട്ടത്തിന് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട് നമ്മൾ ഈ പക്ഷിയിൽ കാണുന്ന ഒരു പ്രത്യേകത, കൂട്ടിവെക്കില്ല, അത് പങ്കുവെക്കും.
നമുക്കറിയാം, ഇത് തീറ്റ തേടി പോകുമ്പോൾ വലിയൊരു തീറ്റ അത് കാണുകയാണെങ്കിൽ അത് പ്രത്യേകമായി സ്വരം പ്രയോഗിച്ച് അത് വിളിക്കുകയാണ്. ചുറ്റുപാടുമുള്ള തൻ്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ച് തനിക്ക് കിട്ടിയ ഈ ഭക്ഷണം ഷെയർ ചെയ്യുന്ന ഒരു കാഴ്ച ഈ പക്ഷിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഈ കാക്കയിൽ നിന്ന് പഠിക്കാൻ ഈശോ പഠിപ്പിക്കുകയാണ്. അതിന് മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ള ഒരു പക്ഷിയാണ്. കൂട്ടിവെക്കില്ല, പങ്കുവെക്കുന്ന ഒരു സ്വഭാവം ഇതിനുണ്ട്. നാലാമതായിട്ട് നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകത, ഇതിന് അനുഭവമുണ്ട്, പരിഭവമില്ല. അതിൻ്റെ ജീവിതത്തെക്കുറിച്ച് അതിനറിയാം. നമുക്കറിയാം അതിൻ്റെ കളറ് കറുപ്പാണെന്ന് അതിനറിയാം. പക്ഷേ അത് ഓർത്തുകൊണ്ട് അത് എന്നെ മറ്റുള്ളവരെന്നെ കളിയാക്കുമോ, അതിന് യാതൊരു പരിഭവമില്ല. രണ്ടാമത് അതിൻ്റെ സ്വരത്തെക്കുറിച്ച് നമുക്ക് അതിനറിയാം. കുയിലിൻ്റെ പോലുള്ള വലിയ സ്വാദിഷ്ടമായ സ്വരമൊന്നുമില്ല എന്ന് തനിക്ക് ഇല്ല എന്ന് അതിനറിയാം. പക്ഷേ അതിനെ അത് അംഗീകരിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, അത് വേസ്റ്റ്, എന്ത് തരത്തിലുള്ള വേസ്റ്റും അത് തിന്നും. അത് കഴിക്കുന്ന ആഹാരം അത്ര ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചൂടോടെയുള്ള ഭക്ഷണമൊന്നുമല്ല. വേസ്റ്റ് എന്ത് കിട്ടിയാലും അത് തിന്നും. പിന്നെ അതറിയാം. അതാണ് പ്രിയമുള്ളവർ നാലാമത് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത. അതിന് അനുഭവമുണ്ട്, പക്ഷേ ഈ പ്രത്യേകതകളൊക്കെ ഓർത്ത് അതിന് പരിഭവമില്ല. പ്രിയമുള്ളവരെ, ഈ ചെറിയ ഒരു കാര്യത്തിൽ നിന്നും, ഒരു പക്ഷിയിൽ നിന്നും ദൈവാശ്രയത്തിൽ എങ്ങനെ നമ്മൾ ജീവിക്കണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക. നമുക്കറിയാം, നമ്മുടെ ഈ ദേശത്തു നിന്നും അധികം അകലെയല്ലാതെ ഒരു സന്യാസ സമൂഹം രൂപപ്പെടുകയുണ്ടായി. LSTP എന്ന് പറയുന്ന ഒരു സന്യാസ സമൂഹം. ആ സന്യാസ സമൂഹത്തിൻ്റെ തുടക്കക്കാരിയായിരുന്ന, അവരുടെ ജനാളമ്മയായിരുന്ന ലിറ്റിയമ്മ ഒരിക്കൽ പരിചയപ്പെടാനായിട്ടിടയായി. കോട്ടയം അടുത്ത് സംക്രാന്തിയിൽ അവർക്കൊരു ഹൗസുണ്ട്. ദൈവപരിപാലനയുടെ സഭ, പ്രോവിഡൻസ് സിസ്റ്റേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ അവർ അറിയപ്പെടുന്നത്. നമ്മൾ എല്ലാ ആഴ്ചയിലും ഇവിടെ തൊട്ടടുത്ത് കീഴ്വായ്പൂർ അവരുടെ ഒരു മഠമുണ്ട്. അവിടെ പോകുന്നതാണ്, വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകുന്നതാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ കോട്ടയത്തുള്ള അവരുടെ ഒരു മഠത്തിൽ ഞങ്ങൾ മൈനസ് സെമിനാരിയിൽ നിന്നും ആഴ്ചയിൽ ഒരു ദിവസം വിശുദ്ധ ബലിക്കായിട്ട് വരുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു ആവശ്യം വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് വരുമ്പോഴാണ് ഇവരുടെ ഈ ജനാളമ്മയെ പരിചയപ്പെടാനായിട്ട് ഇടയായി. അപ്പോൾ ഡോക്ടറായിരുന്ന ഈ സിസ്റ്റർ തൻ്റെ ജീവിതത്തിൽ എല്ലാം ഈ പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച് ജീവിക്കുന്ന ഒരു സിസ്റ്ററാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാലനയാൽ ഇങ്ങനെ ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങാൻ ദൈവം ഇടപെടുകയാണ്. ദൈവം അതിനുള്ള കൃപയാനുഗ്രഹവും കൊടുക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞ കാര്യം ഇപ്രകാരമാണ്. വെച്ചാൽ ഒന്നിനെക്കുറിച്ചും ഞങ്ങൾക്ക് പറയില്ല. കാരണം 1978 ഈ കോൺഗ്രിഗേഷൻ തുടങ്ങിയിട്ട് ഇന്നുവരെ ഒരു ഹൗസിലും പട്ടിണി കിടക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അവർ പ്രത്യേകമായിട്ട് ബാങ്ക് അക്കൗണ്ടും കരുതലും ഒന്നുമില്ല. പക്ഷേ ദൈവം അവർക്ക് വേണ്ടി കരുതുന്നുണ്ട്. അപ്പോൾ പറയുകയാണ് വെച്ചാൽ, ഞാൻ വളരെ കാര്യത്തോടെ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, സെമിനാരിയിലാണ്. അപ്പോൾ സിസ്റ്റർ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു മാസധ്യാനം കൊടുക്കാനായിട്ട് വരണം. മാസത്തിൽ വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ഈ അമ്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കണം, അതൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചപ്പം പറഞ്ഞു വെച്ചാൽ, ഞങ്ങൾ ആഫ്രിക്കയിൽ ഒരു പ്രത്യേകമായ സ്ഥലത്ത് ഞങ്ങൾ പുതിയൊരു കോൺഗ്രിഗേഷന് തന്നെ പുതിയൊരു ഹൗസ് തുടങ്ങാനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. നാളെ കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. അപ്പോൾ അതിന് ശേഷം വന്നിട്ട് ഞാൻ തീർച്ചയായിട്ടും ഒരു ദിവസം അവിടെ വരുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ പപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുന്ന അവസരത്തിലാണ് ഈ അമ്മയ്ക്ക് രോഗമൊക്കെ ആയി പിന്നീട് ആ രോഗത്തോടുകൂടി ഈ ലോകത്തിൽ നിന്നും കടന്നു പോവുകയാണ്. പക്ഷേ അമ്മ പറഞ്ഞൊരു കാര്യം, എന്നിട്ട് എനിക്ക് കാര്യമായിട്ട് ദൈവപരിപാലനയുടെ തണലിൽ എന്ന് പറഞ്ഞ് ഈ അമ്മ എഴുതിയൊരു പുസ്തകം എനിക്ക് തരികയുണ്ടായി. അതിനകത്തെല്ലാം ഈ ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങിയ ശേഷം ദൈവം പരിപാലിച്ച വഴികളെ, ദൈവം ഈ അമ്മയെ കൈപിടിച്ച് നടത്തിയ വഴികളെക്കുറിച്ച് മുഴുവൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം ഓരോ ദിവസവും നിങ്ങൾ 60-70 പേരുണ്ട്. അങ്ങനെ വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. പല കമ്മ്യൂണിറ്റികളും വലിയ വലിയ കമ്മ്യൂണിറ്റികളാണ്. അവിടെയൊക്കെ വേറെ ഒരു സെർവൻസിനെയും അവർ നിർത്തിയിട്ടില്ല. മറിച്ച് അവിടുത്തെ എല്ലാ ശുശ്രൂഷകളും അടുക്കള തൊട്ട് അൾത്താര വരെയുള്ള എല്ലാ ശുശ്രൂഷകളും ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഭവനത്തിൽ കടന്നു ചെന്ന സമയത്ത് ഒരിക്കലും അവർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അച്ഛാ, ചിലപ്പോഴും ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ചില ഡോക്ടർമാർ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്കിതിൻ്റെയൊക്കെ പണിയുണ്ട്, വേറെ പല പണിയൊക്കെ ചെയ്തുകൂടെ? നിങ്ങൾ ചത്തുകെട്ട് പോവുകയാണെങ്കിൽ പോട്ടെ. രോഗമൊക്കെ ആയിട്ട് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില ഡോക്ടർമാരുടെ വായിൽ നിന്ന് പോലും കേട്ടിട്ടുള്ള
പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ ഇപ്രകാരമാണ്. പക്ഷേ അതിലൊന്നും അവർ പകച്ചു പോകുന്നില്ല. ആർക്കും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, ലോകം വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരെ ഇവർ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, അതിലൊരു കുഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി, ആ കുഞ്ഞിന് 2 കൃഷ്ണമണി ഇല്ല, ആ 2 കുഴി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് രാത്രിയും പകലും തിരിച്ചറിയാനായിട്ട് പറ്റില്ല. പകൽ സമയം മുഴുവൻ അത് കിടന്നുറങ്ങും. രാത്രിയാവുമ്പോൾ ഈ കുഞ്ഞ് ഉണരും. രാത്രിയിൽ ഈ അമ്മമാർ ഈ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇത് വലിയ വായിൽ സ്വരമെടുത്ത് കരയും. ആരെങ്കിലും ഈ കുഞ്ഞിന് വേണ്ടി രാത്രിയിൽ ഇങ്ങനെ മാറി മാറി ഇരുന്ന് ഇതിനെ പരിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്രത്തോളം കരുണയോടെ ഈ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു ഗ്രൂപ്പ് സിസ്റ്റേഴ്സ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിപാലനയോടുകൂടി ഈ സമൂഹം ഇന്ന് വളർന്ന്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ നാട്ടിൽ തന്നെ 16-ൽ പരം ഹൗസുകളായി. എല്ലാ ഹൗസുകളും കടന്നു പോകുന്നത് നാട്ടിലുള്ള ഓരോ മനുഷ്യരുടെ കരുണയും സ്നേഹവും കൊണ്ടാണ്. ദൈവം ആ മനുഷ്യരിലൂടെ പ്രവർത്തിക്കുകയാണ്. ഈ ഭവനങ്ങളെല്ലാം ഒരു മുടക്കവും കൂടാതെ ഭംഗിയായിട്ട് മുൻപോട്ട് പോവുകയാണ്. അതാണ് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രത്യേകത. ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ അവരുടെ ജനറേറ്റിലേക്ക് ഇവിടെ വന്ന ശേഷം പോകാനായിട്ടിടയായി. അവിടെ ചെന്നാൽ കാണാനായിട്ട് പറ്റും, ആ നിത്യാരാധന ചാപ്പലുണ്ട്. അവിടുത്തെ തിരി ഒരിക്കലും അണയാറില്ല. കാരണം 24 മണിക്കൂറും ആരെങ്കിലും ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലുണ്ട്. അവിടെ ഇരുന്ന് ആരെങ്കിലും സഭയ്ക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഭവം നമ്മുടെയൊക്കെ കൺമുമ്പിൽ വലിയ പാഠപുസ്തകമായിട്ട് ഈ ഒരു സമൂഹം നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പരിപാലനയെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. നമ്മൾ സഭയുടെ ഔദ്യോഗികമായ പഠനത്തിൽ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറയുന്നത്? CCC 301 നമ്പറിൽ പറയുകയാണ്, സൃഷ്ടിച്ചവയെ നിലനിർത്തുക മാത്രമല്ല, അവയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹപൂർവമായ കരുതലിനെയാണ് ദൈവപരിപാലന എന്ന് പറയുന്നത്. അതായത് സൃഷ്ടിച്ചവയെ നിലനിർത്തുക മാത്രമല്ല, അവയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹപൂർവമായ കരുതലിനെയാണ് ദൈവപരിപാലന എന്ന് പറയുന്നത്. സൃഷ്ടിക്കുക മാത്രമല്ല, സ്നേഹത്തോടെ പരിപാലിച്ച് അതിൽ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം. അതാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ പരിപാലന. നമ്മുടെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ 37 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ചില വ്യക്തികളെ പരിചയപ്പെടുകയാണ്. നമുക്കറിയാം പൂർവ്വ യൗസേപ്പിനെ കുറിച്ചുള്ള കഥ, അനുഭവം. യാക്കോബ് ഏറ്റവും സ്നേഹിച്ചിരുന്ന, ഏറ്റവും ഇളയ, തൻ്റെ വാർദ്ധക്യത്തിലുണ്ടായ ജോസഫിനെ വളരെ സ്നേഹത്തോടെ ഈ യാക്കോബ് കരുതുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു വാർത്ത യാക്കോബിൻ്റെ ചെവിയിലെത്തുകയാണ്. ഇവനെ കാണുവാനില്ല. നമ്മൾ തുടക്കത്തിൽ 37-ാം അധ്യായത്തിൽ വായിക്കുകയാണ്. കാരണം മറ്റെല്ലാ സഹോദരങ്ങൾക്കും ഇവനോട് ദേഷ്യമാണ്. കാരണം അപ്പന് വലിയ കരുതലോടെ ഇവനെ നോക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാം ആടുമേയ്ക്കാനായിട്ട് പോകുമ്പോൾ ഈ ഇളയവനെ മാത്രം അപ്പൻ കൂട്ടത്തിൽ വിടുന്നില്ല. കാരണം പേടി, എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടാലോ. അങ്ങനെ ഇരിക്കെ ഇവനൊരു സ്വപ്നമുണ്ടാകുന്നുണ്ട്. അവർ കറ്റ കെട്ടിവെക്കുമ്പോൾ അവൻ്റെ കറ്റ മാത്രം നേരെ നിൽക്കെ, ബാക്കി എല്ലാ കറ്റകളും ഇവനെ താണു വണങ്ങുന്ന ഒരു കാഴ്ച. അപ്പോഴവൻ സഹോദരങ്ങളോട് പറഞ്ഞു, ഇതാതെ എൻ്റെ കറ്റയെ നിങ്ങളെല്ലാവരും താണു വണങ്ങുന്ന ഒരു കാഴ്ച ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അവർ പറഞ്ഞു, അതിൻ്റെ അർത്ഥം നീ എന്നാ പറയുന്നത്? ഞങ്ങളെല്ലാവരും നിന്നെ താണു വണങ്ങണമെന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ പരിഹസിക്കുന്നുണ്ട്. പിന്നീട് പ്രിയമുള്ളവരെ, ആടുകളെ മേയ്ക്കാനായിട്ട് കടന്നുപോയ തൻ്റെ സഹോദരങ്ങൾ വരാൻ വൈകിയപ്പോൾ അപ്പൻ പ്രത്യേകമായിട്ട് ഇവനെ പറഞ്ഞു വിടുകയാണ്, നിൻ്റെ സഹോദരങ്ങൾ എവിടെ ഉണ്ടേ എന്ന് നീ പോയി അന്വേഷിച്ചുക. പ്രിയമുള്ളവരെ, ഈ പോക്ക് പോകുമ്പോൾ അവസാനം അവൻ്റെ സഹോദരങ്ങളെ അവൻ കണ്ടുമുട്ടുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഇവനെ കണ്ടുമുട്ടുമ്പോൾ തന്നെ സഹോദരങ്ങൾ പറയുകയാണ്, ഇവനെ വകവരുത്തണം. കാരണം അപ്പന് മുഴുവൻ സ്നേഹം ഇവനോടാണ്. അതുകൊണ്ട് ഇവനെ നമ്മൾക്ക് നശിപ്പിക്കണം. അവൻ്റെ സംസാരം നമ്മൾ കേട്ടില്ലേ, അവനെ നമ്മൾ താണു വണങ്ങണമെന്നൊക്കെയാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരനെതിരായിട്ട് പിറുപിറുക്കുകയാണ്. ഇതൊന്നും അറിയാതെ ജോസഫ് അവരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ അവർ ഇതിനെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നുണ്ട്. പിന്നീട് പ്രിയമുള്ളവരെ, റൂബൻ ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, അവനെ അങ്ങനെ കൊന്നുകളയരുത്, അവൻ നമ്മുടെ പിതാവിന് ഒത്തിരിയേറെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. ആ റൂബൻ ഇടപെട്ടുകൊണ്ടാണ് കൊന്നുകളയാതെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുന്നതിന് അവന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പിതാവിൻ്റെ സന്നിധിയിൽ എത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്
എടുത്തുകൊണ്ട് അവനെ പ്രകാരം സഹോദരങ്ങൾ ഉപദേശിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു സഹോദരൻ പറയുക, അവനെ അങ്ങനെ തള്ളിയിട്ടതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? അപ്പോഴാണ് അവർ കാണുന്നത് ഏതാനും വ്യാപാരികൾ കടന്നു പോവുകയാണ്. അവർക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അവനെ വിറ്റ് പൈസ ഉണ്ടാക്കാം. സ്വന്തം സഹോദരനെ വിറ്റ് അവർ പൈസ ഉണ്ടാക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്നു ചോദിച്ചാൽ, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായിട്ട് തീരുന്നു എന്ന് പറയുന്നത് പോലെ ഈ ജോസഫ് പോകുന്നതെല്ലാം കൃപയുടെ ഭവനങ്ങളുമായിട്ട് മാറുകയാണ്. നമുക്കറിയാം, പൊത്തിഫറിൻ്റെ ഭവനത്തിൽ ഇവനെ കാശിന് മേടിക്കുകയാണ്. പക്ഷേ ഇവൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലെയും ചുമതല ഏൽപ്പിക്കാനും മാത്രം ഈ പൊത്തിഫർ, ഈ കുടുംബനാഥൻ ഇവനിൽ വിശ്വസ്തത കാണുകയാണ്. എല്ലാ കാര്യങ്ങളിലെയും ചുമതല ഇവനെ ഏൽപ്പിക്കുകയാണ്. ഇവനെ ഏതിൽ കൈവച്ചാലും ദൈവം അനുഗ്രഹിക്കുന്ന കാഴ്ച പൊത്തിഫർ കാണുകയാണ്. പക്ഷേ അവൻ്റെ ഭാര്യ തെറ്റായ ജീവിതത്തിനായിട്ട് ഇവനെ ക്ഷണിക്കുമ്പോൾ തൻ്റെ യജമാനോട് അനീതി കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിന്മയിൽ നിന്നും ഓടിയൊളിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഈ സ്ത്രീ തന്നെ ജനങ്ങളുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തി ഇവനെ തടവ് ശിക്ഷയ്ക്ക് അർഹമാകുന്ന രീതിയിൽ പറഞ്ഞുവിടും നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെയും ദൈവത്തിൻ്റെ പരിപാലനം ഇവൻ്റെ പുറകിൽ ചെല്ലുകയാണ്. തടവറയിലായിരിക്കുമ്പോൾ തടവറയുടെ മേൽനോട്ടമുള്ള ആൾക്ക് ഇവനോട് പ്രീതി തോന്നുകയാണ്. ആ തടവറയിലുള്ള എല്ലാവരുടെയും ചുമതല ഇവനെ ഏൽപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നു അവസാനമായിട്ട് ഈജിപ്തിൻ്റെ ഭരണാധികാരി ആയി വരെ അതിൻ്റെ എല്ലാത്തിൻ്റെയും തലപ്പത്തെത്തുന്ന വ്യക്തിയായിട്ട് ഈ ജോസഫിനെ ദൈവം ഉയർത്തുകയാണ്. അതാണ് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചു പോകുന്ന നീതിമാനായ ഒരു മനുഷ്യനെ ദൈവം ഒരിക്കലും കൈവിടുകയില്ല എന്ന് നാം അറിഞ്ഞിരിക്കണം. ഞാൻ ഓർക്കുകയാണ്, നമുക്കൊക്കെ പരിചയമുള്ള മദർ തെരേസ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയാണ്, ഈ സിസ്റ്റർ തുടങ്ങുന്ന കോൺഗ്രിഗേഷൻ, ഏത് പുതിയ രാജ്യത്തും പുതിയ ഈ കോൺഗ്രിഗേഷൻ തുടങ്ങാറാകുമ്പോൾ മദർ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. ലക്ഷക്കണക്കിന് രൂപയാണോ? അല്ല. അല്ലെങ്കിൽ ഏറ്റവും ഇവർക്ക് താമസിക്കാനായിട്ട് ഏറ്റവും ആഡംബരപൂർണ്ണമായ വീടാണോ? അല്ല. മദർ ആവശ്യപ്പെടുന്ന രണ്ട് കാര്യം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് ബലി അർപ്പിക്കാനായിട്ടൊരു സ്ഥലം വേണം. ഈ ബലി അർപ്പിക്കാനായിട്ടൊരു പുരോഹിതനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി. ഏത് രാജ്യത്തേക്കും മദറിനെ ക്ഷണിക്കുമ്പോൾ മദർ ആവശ്യപ്പെടുന്നത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. അതെന്താണെന്ന് പിന്നീട് ചോദിച്ചും പറഞ്ഞു. ദൈവത്തിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് ദൈവത്തോട് ചോദിച്ചാൽ തരാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിൽ അദമ്യമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കടന്നുപോയി ഇന്ന് ഒരു വിശുദ്ധിയായി നമ്മുടെയൊക്കെ മുകളിൽ നിന്ന് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഈ മദർ തെരേസ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദമ്യമായ ദൈവ ആശ്രയത്വത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു ഇവരെല്ലാം. ഞാൻ ഒത്തിരിയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ പാദ്രോപ്പിയോ. നമുക്കറിയാം, നമ്മുടെ ഈ വരാന്തയിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൊട്ടേഷൻസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയെ അത്രമാത്രം സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. അതിൽ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച, കുർബാനയിലുള്ള ഈശോയെ സ്നേഹിച്ചു, അചഞ്ചലമായിട്ട് ദൈവ ആശ്രയത്തിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ പാദ്രോപ്പിയോ. അദ്ദേഹം പറയുന്ന ഒരു കൊട്ടേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, വേവലാതിപ്പെടാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ വചനമാണ്, പ്രാർത്ഥിക്കുക, പ്രത്യാശിക്കുക, വേവലാതിപ്പെടാതിരിക്കുക. പ്രേ, ഹോപ്പ് ആൻഡ് ഡോണ്ട് വറി. പ്രാർത്ഥിക്കുക, പ്രത്യാശിക്കുക, വേവലാതിപ്പെടാതിരിക്കുക. അദ്ദേഹം പറയുകയാണ്, ഭൂതവും ഭാവിയും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആവശ്യമില്ലാതെ നമ്മൾ അതിനെ ഓർത്തുകൊണ്ട് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറയുക, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പലരുടെയും ജീവിതം പ്രസൻറ്റ് ലൈഫ് അല്ല. കഴിഞ്ഞുപോയ ചില ഓർമ്മകൾ, അനുഭവങ്ങൾ, ചില വേദനകൾ പറയുകയാണ്. എത്ര കുമ്പസാരം കഴിഞ്ഞിട്ടും മറക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിയെ കാണുമ്പോഴിങ്ങനെ പെരുവിരലിൽ നിന്ന് എന്തോ ഉരുണ്ട് കയറുന്ന അനുഭവം. ചിലർ തമാശ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വളരെ ക്ഷമിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ എന്തെന്നറിയത്തില്ല, ആ പഴയ അനുഭവങ്ങളെല്ലാം ഇങ്ങനെ ഉരുണ്ടുകൂടി വരികയാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം പറയുകയാണ്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിനായിട്ട് വിട്ടുകൊടുക്കുക. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുകയാണ്, വർത്തമാനകാലം ദൈവസ്നേഹത്തിൽ ജീവിക്കുക. ഇന്ന് പലർക്കും വർത്തമാനകാലത്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് പ്രസൻറ്റ് ലൈഫിൽ
നമ്മൾ ഭാവിയെ അല്ലെങ്കിൽ മക്കളുടെ ഭാവി, നമ്മുടെ ഭാവി, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന് ദൈവം തന്ന ആയുസ് ഓർത്തുകൊണ്ട് ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. ഭാവിയെ ഓർത്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഭാവി കാലം ദൈവത്തിൻ്റെ പരിപാലനയ്ക്കായിട്ട് വിട്ടുകൊടുക്കുക. അദ്ദേഹം പറയുകയാണ്, എന്ത് സഹനങ്ങൾ വന്നാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ, വിശുദ്ധരുടെ ജീവചരിത്രം പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, പിശാച് മനുഷ്യരൂപം പൂണ്ടുകൊണ്ട് പലപ്പോഴും ഇദ്ദേഹത്തെ കട്ടിലോടെ എടുത്തെറിയുന്ന കാഴ്ചയൊക്കെ ഉണ്ടാകുന്നു. പല പ്രാവശ്യം പല രൂപത്തിൽ ഇദ്ദേഹത്തെ ദൈവത്തിൽ നിന്നും വേർതിരിപ്പിക്കാനായിട്ട് പിശാച് വന്ന് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെയെല്ലാം ദൈവത്തിൽ അചഞ്ചലമായിട്ട് ആശ്രയിച്ചിരുന്ന ഈ വിശുദ്ധന് വേറെ ഒരു കാര്യത്തോടും ഭയമില്ലായിരുന്നു. ധൈര്യത്തോടെ ഇതിനെ നേരിടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ജീവിതത്തിൽ അദ്ദേഹം കൊടുക്കുന്ന ഒരു ഉദാഹരണം ഇപ്രകാരമാണ്, ഒരു എംബ്രോയിഡറി വർക്ക് പോലെയാണ് നമ്മുടെ ജീവിതം. അദ്ദേഹം പറയുകയാണ്, ഒരു അമ്മ തയ്യൽ മെഷീനിൽ ഇരുന്നുകൊണ്ട് എംബ്രോയിഡറി വർക്ക് ചെയ്യുമ്പോൾ താഴെ ഇരുന്ന് വീക്ഷിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് നമ്മുടെ ജീവിതങ്ങളെ നോക്കുന്നത്. പലപ്പോഴും ഈ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നവർക്കറിയാം, പല നൂലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോവുകയാണ്. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്കറിയാം, ഇത് വളരെ മനോഹരമായ എംബ്രോയിഡറി വർക്കാണ് നടന്നുകൊണ്ടിരിക്കുക. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ ഇത് കണ്ടുകൊണ്ടിരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിനറിയാം ഇതിൻ്റെ അവസാനം ഇത് വളരെ മനോഹരമായിട്ട് തീരും. നമുക്ക് റോഡ് പണിയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ആദ്യമൊക്കെ ഇത് പണിയുന്ന ആൾക്കാരോട് കുറേ ദിവസങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ദേഷ്യമാണ്. കാരണം ചെളി, പൊടിപടലങ്ങളെല്ലാം ആ ദേശം മുഴുവൻ പടരുന്നു ഇതെല്ലാം പറയും. പക്ഷേ അത് പണിതുകൊണ്ടിരിക്കുന്ന എഞ്ചിനീയർ ഇതെല്ലാം സഹിച്ച് അവിടെ നിൽക്കും. കാരണം എന്നറിയാവും, ഇദ്ദേഹത്തിന് ഇതിൻ്റെ എൻഡ് പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യം അറിയാം. നന്നായിട്ട് ഈ വർക്കെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവസാനം ആർക്കും പരാതിയില്ലാത്ത രീതിയിൽ, സമയം കളയാത്ത രീതിയിൽ ഇതൊരു നല്ല വഴിയായിട്ട് തീരുമെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്ന് പറയുന്നതുപോലെ പ്രിയമുള്ളവരെ, ദൈവത്തിൽ അചഞ്ചലമായിട്ട് വിശ്വസിക്കാനായിട്ട്, ആശ്രയിക്കാനായിട്ട് ഈ വിശുദ്ധൻ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സൈൽസ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൈവപരിപാലനയിൽ വിശ്വസിക്കുക, എന്നാൽ നാളെയെക്കുറിച്ച് ഉത്കണ്ഠ വേണ്ട എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുക. നാളെയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ടെന്ന് അദ്ദേഹം പറയുകയാണ്. നാളെ എന്ത് സംഭവിക്കുന്നോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട, ഇന്ന് നിന്നെ പരിപാലിക്കുന്ന അതേ ദൈവം നാളെ നിന്നെ നോക്കിക്കൊള്ളും. ഇന്ന് നിന്നെ പരിപാലിക്കുന്ന അതേ ദൈവം നാളെയും നിന്നെ നോക്കിക്കൊള്ളുമെന്ന് നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് അദ്ദേഹം പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധരൊക്കെ ഈ ദൈവത്തോട് ചേർന്ന് ജീവിതം കാഴ്ചവെച്ചവരാണ്. ഇനിയും നമ്മൾ കാണുന്ന വിശുദ്ധർക്ക് പോലും, വിശുദ്ധ അൽഫോൻസാമയൊക്കെ പോലും മോഡലായിട്ട് അല്ലെങ്കിൽ എപ്പോഴും മാധ്യസ്ഥം തേടിച്ചു കൊണ്ടിരുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ കുച്ചരദേശിയ. ഈ വിശുദ്ധ കുച്ചരദേശിയ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തിയാണ് ഈ വിശുദ്ധ കുച്ചരദേശിയ. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് പരിശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഈ വിശുദ്ധ പറയുന്ന ഇപ്രകാരമാണ്, ദൈവം നമുക്ക് നൽകുന്നത് എന്താണോ അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ചിലർ പറയാറുണ്ട്, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറഞ്ഞതുപോലെ, അതായത് അവിടെ ആയിരുന്നെങ്കിൽ ഇപ്പം അത്യാവശ്യം ഒരു ജോലിയൊക്കെ ഉണ്ട്, അതായത് അമേരിക്ക വല്ലതും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പം 2 അക്കം വരെ എത്താനായിട്ട് പറ്റിയുള്ളൂ, ഒരു 4 അക്ക നമ്പർ സാലറിയൊക്കെ മേടിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം ഇപ്പം തരുന്നതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയാതെ മറ്റു പലതിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോഴാണ് ഈ വിശുദ്ധരൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്, ഇന്ന് ദൈവം എനിക്ക് അനുവദിച്ച് നൽകുന്നത് എന്താണോ അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഈ വിശുദ്ധ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക. ആ ഒരു ബോധത്തോടെ ജീവിക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് പറ്റും. കാരണം നമുക്ക് ആവശ്യമുള്ളതിനെ ദൈവം തരും എന്ന് വിശ്വാസത്തോടെ ജീവിക്കാനായിട്ട് പറ്റും. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് വിശുദ്ധ അഗസ്റ്റിൻ, നമുക്കറിയാം സെന്റ് അഗസ്റ്റിൻ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരിയേറെ ഉയർച്ച താഴ്ചകളുടെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്ന ഒരു ജീവിതമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ ഈ ഒരു അപ്പനും മകനും മാനസാന്തരപ്പെടാനായിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത ഒരമ്മയാണ്. പക്ഷേ ഇതിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് വലിയൊരു വിശുദ്ധനായിട്ട് ഈ വിശുദ്ധൻ ഉയർത്തപ്പെടുകയാണ്. ദൈവത്തിൽ ആശ്രയിച്ചു പോകുന്ന ഒരു വ്യക്തിയായിട്ട് തിരികെ അദ്ദേഹം പറയുകയാണ്, ദൈവത്തിൻ്റെ പരിപാലന പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ദൈവത്തിൻ്റെ പരിപാലന പ്രപഞ്ചത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അദ്ദേഹം പറയുകയാണ്, ദൈവം പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്നത്
ഒരു വ്യക്തിയെ പരിപാലിക്കുന്നത് പോലെയാണ്. ഇത് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ഒരു വ്യക്തിയെ പരിപാലിക്കുന്നത് പോലെ തന്നെ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം നോക്കി കാണും. ദൈവം പ്രപഞ്ചത്തെ മുഴുവൻ പരിപാലിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. അതുപോലെ തന്നെ പറയുകയാണ്, ഒരു വ്യക്തിയെ നോക്കുന്നത് പോലെ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം പരിപാലിക്കുന്നു. അത്രമാത്രം ദൈവം ഈ ലോകത്തെ പരിപാലിക്കുന്നു എന്ന് ഈ വിശുദ്ധൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ ദൈവത്തിൽ ആശ്രയിക്കാൻ ഈ വിശുദ്ധർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് വിശുദ്ധ മദർ തെരേസയാണ്. വിശുദ്ധ മദർ തെരേസയെക്കുറിച്ച് ഞാൻ മുമ്പേ സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ ഒരിടത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ നിലനിർത്താനുള്ള കൃപയും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അതുകൊണ്ടാണ് ഏത് വിദേശ രാജ്യങ്ങളിൽ പുതിയ മഠമൊക്കെ തുടങ്ങാനായിട്ട് പറയുമ്പോഴും സന്തോഷത്തോടെ തനിക്ക് പറ്റുമെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ ഇരുന്ന് ആലോചന ചോദിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു അമ്മയെ നമ്മൾക്ക് കാണാനായിട്ട് പറ്റും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിപാലനയെ ആശ്രയിക്കാനായിട്ട് ഇവർ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച് കടന്നുപോയ വിശുദ്ധരുണ്ട്. പ്രത്യേകിച്ച് ചാവറ പിതാവ് ഒക്കെ നമുക്കറിയാം. അച്ചടി വിദ്യയൊന്നും നമ്മുടെ നാട്ടിൽ അത്ര പ്രാഗൽഭ്യത്തിൽ അല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ വന്നിട്ട് ആദ്യമായിട്ട് പ്രിൻറ്റിംഗ് പ്രസ്സൊക്കെ തുടങ്ങുന്ന അവസരത്തിൽ ചരിത്രം CMI സഭയുടെ ചരിത്രമൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആവശ്യമായ പണമൊന്നും അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചൊരുക്കൂട്ടാൻ പറ്റിയിട്ടില്ല. പക്ഷേ അദ്ദേഹം എപ്പോഴും ദൈവീയ കാരുണ്യത്തിൻ്റെ മുൻപിൽ സമയം ചെലവഴിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കാണാനായിട്ട് മാന്നാനം ആശ്രമത്തിലൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നു ചെല്ലുമ്പോൾ പ്രയോര ചിഹ്ന മുറിയിൽ അച്ഛനില്ലെങ്കിൽ വേറെ എവിടെ പോയി അന്വേഷിക്കണമെന്ന സഹസന്യാസികൾക്കെല്ലാം അറിയാം. അത് വേറെ എങ്ങുമല്ല, സക്രാരിയുടെ മുൻപിലുണ്ടായിരിക്കും. ആ മാന്നാനം ചാപ്പലിൽ സക്രാരിയുടെ മുൻപിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചാവറപ്പിതാവിനെ കാണാൻ സാധിക്കുമെന്ന് സീനിയർ അച്ഛന്മാരൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവപരിപാലനയിൽ നമുക്കറിയാം. പിന്നീട് ഈ വിശുദ്ധനാണ് പിന്നീട് 2 കോൺഗ്രിഗേഷൻസ് തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന CMC സന്യാസ സമൂഹം തന്നെ തുടങ്ങാൻ എത്രയോ സ്കൂളുകൾ, കോളേജുകളൊക്കെ ഈ കാലഘട്ടത്തിൽ ഈ ഭാരതത്തിൽ ഇന്ന് തലയുയർത്തി നിൽക്കാനായിട്ട് കാരണമായെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ദൈവ ആശ്രയവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കഠിനാധ്വാനവും പ്രാർത്ഥനയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, ലോകത്തിലെ വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഈ വേദനകളിലെല്ലാം അൽഫോൻസാമ ചെയ്തിരുന്നൊരു കാര്യമുണ്ട്. ആര് കൂടെയുള്ളവർ വേദനിപ്പിക്കുമ്പോൾ പോലും ഓടി പള്ളിയിലേക്ക് പോകുന്ന ഒരു അൽഫോൻസാമയെ നമ്മൾ ജീവചരിത്രത്തിൽ കാണുന്നുണ്ട്. എന്നിട്ട് പറയുക, എൻ്റെ വേദനകളെല്ലാം എൻ്റെ നല്ല മണവാളിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതെല്ലാം തീർന്നു. പിന്നീട് ചാപ്പലിൽ നിന്ന് ഇറങ്ങി വരുന്നത് സന്തോഷത്തോടെയാണ്, പുഞ്ചിരിച്ച മുഖവുമായിട്ടാണ്. വിശുദ്ധ മറിയം ത്രേസ്യ നമുക്കറിയാം, ഒത്തിരിയേറെ കടുത്ത ആത്മീയ പീഡകളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. പക്ഷേ അതിൻ്റെ എല്ലാം അവസാനം അദമ്യമായ ദൈവ ആശ്രയത്തിൽ ദൈവം എന്നെ പരിപാലിക്കും, നയിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച വ്യക്തിയാണ്. അവസാനമായി നമ്മുടെ വിശുദ്ധ യൗപ്രാസ്യാമയെക്കുറിച്ച് പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന ഒരമ്മയെന്നാണ്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം നയിച്ചിരുന്നൊരു അമ്മയാണ്. ഈ അമ്മ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം സക്രാരിയുടെ മുൻപിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് കണ്ടെത്തിയ വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതം നിങ്ങളുടെ മുൻപിൽ, നമ്മുടെയൊക്കെ മുൻപിൽ വിളമ്പി വയ്ക്കുക അല്ലെങ്കിൽ തുറന്നു വയ്ക്കുക എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം സ്വർഗത്തിലെത്തുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് മുൻപേ കടന്നുപോയ ഇവർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച, ജീവിതത്തിൽ കാണിച്ചു തരുന്ന മാതൃക ഇത് തന്നെയാണ്. ദൈവ ആശ്രയത്തിൽ ജീവിച്ച വ്യക്തികളാണ് ഇവരെല്ലാവരും. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലോകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ലോക ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട അത്ഭുതങ്ങളെക്കുറിച്ച് എഴുതി വയ്ക്കുമ്പോൾ അതിനകത്ത് അറിയപ്പെടുന്ന ഒരു അത്ഭുതം ഇപ്രകാരമാണ്. 2ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിൽ വർഷിക്കപ്പെട്ട ഒരു ആറ്റം ബോംബിൻ്റെ ഒരു അനുഭവമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഫാത്തിമയിലെ ദർശനത്തിൽ ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ എന്നിവർക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തു, ഇതുപോലെ വലിയൊരു ദുരന്തം ലോകത്തിൽ വരാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം.
ദൈവ ആശ്രയത്വത്തിൽ നിങ്ങളായിരിക്കണം. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കണം. പ്രിയമുള്ളവരെ, പലരും നോർമലി എടുക്കുന്നത് പോലെ ഒരു ചെവിയിൽ കൂടെ കേട്ട് ഈ സന്ദേശം മറ്റു ചെവിയിൽ കൂടെ പുറത്ത് കളഞ്ഞു. പക്ഷേ പ്രിയമുള്ളവരെ, ഈ ആറ്റം ബോംബ് വീണ ഹിരോഷിമയിലെ ഈ ബോംബ് വീണതിന് അതിൻ്റെ ചരിത്രം പറയുന്ന ഇപ്രകാരമാണ്. അന്ന് ഈ ആറ്റം ബോംബ് പതിപ്പിച്ച ആ ഒരു രാത്രിയിൽ ഇതിൻ്റെ റേഡിയേഷൻ 10 കിലോമീറ്റർ ചുറ്റളവിൽ മരിച്ചു വീണവരുടെ എണ്ണം 1,40,000 പേരാണ്. ആ നിമിഷത്തിൽ, ആ ആറ്റം ബോംബ് വീണ ദിവസം 1,40,000 പേര് 10 കിലോമീറ്റർ ചുറ്റളവിൽ മരിച്ചു വീഴുകയാണ്. പ്രിയമുള്ളവർ, പക്ഷേ ഈ ബോംബ് വീണതിന് ഏകദേശം 1 കിലോമീറ്റർ ദൂരെ 8 ജെസ്യൂട്ട് വൈദികരെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച ഒരു ചെറിയ ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സന്ദേശം, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വെളിപ്പെടുത്തൽ ഈ 3 കുഞ്ഞുങ്ങളിലൂടെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ എല്ലാ ദിവസവും വൈകുന്നേരം ആദ്യമൊക്കെ ആരെങ്കിലും ഒരാൾ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ ചെലവഴിച്ചു. യുദ്ധം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഇവരെല്ലാവരും പറ്റുന്നിടത്തോളം ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ചെലവഴിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളായിരുന്നു അത്. പ്രിയമുള്ളവരെ, അന്ന് പെട്ടെന്ന് ഈ ഒരു സ്ഫോടനം കേട്ടപ്പോൾ അതിൻ്റെ അകത്ത് ഇവർ പ്രായമുള്ള വൈദികരായിരുന്നു അധികം പേരും. അതിനകത്ത് ഒരു പ്രായമുള്ള വൈദികൻ പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. ചുറ്റും മുഴുവൻ പുകപടലങ്ങളാണ്, ഒന്നും കാണാൻ പറ്റില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്പലിൻ്റെ മുകളിലുള്ള കുരിശുരൂപം പോലും തെറിച്ചുപോയി. ഇതെന്തെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം ഓടി, ഒരു ഭൂമി കുലുക്കം പോലുള്ള ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം ഓടി ഇറങ്ങിച്ചെന്നതാണ്. പ്രിയമുള്ളവരെ, ഇതിന് ശേഷം ആ ദേശത്തെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുകയാണ്, കിലോമീറ്ററുകളോളം, 10 കിലോമീറ്റർ അല്ല, കിലോമീറ്ററുകളോളം ഈ ഒരൊറ്റ രാത്രിയിൽ റേഡിയേഷൻ അനുഭവിച്ചവരാണ്. അവിടെയാണ് 1 കിലോമീറ്റർ അപ്പുറം ഈ സ്ഫോടനമുണ്ടായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒരു വൈദികൻ ദേവാലയത്തിൽ ചാപ്പലിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നത്. പിന്നീട് ഇവരെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ പറയുകയാണ്, ഈ 8 വൈദികർക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അതിൻ്റെ അകത്ത് ഹ്യൂബർ എന്ന് പറയുന്ന ഒരു ഈ അപകടത്തെയെല്ലാം തരണം ചെയ്ത് രക്ഷയിലേക്ക് വന്ന ഒരു പുരോഹിതൻ പിന്നീട് സാക്ഷ്യപ്പെടുത്തുകയാണ്, ആറ്റം ബോംബിനേക്കാളും ശക്തമാണെന്ന് ജപമാല എന്ന ആയുധമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായ രാത്രി. ആറ്റം ബോംബിനേക്കാൾ ശക്തമാണ് ജപമാല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായ ആ ഒരു രാത്രി. പ്രിയമുള്ളവരെ, ഇവിടെ പരിശുദ്ധ അമ്മ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം, ദൈവാശ്രയത്തോടെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിലിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാം രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ ഈ പരിപാലനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആശ്രയത്തോടുകൂടി ദൈവ പരിപാലനയോടുകൂടി ജീവിക്കുവാൻ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് റോമാലേഖനം 8:28 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയായിട്ട് ക്രമീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളും തിരിച്ചറിഞ്ഞ് ഈ വചനം നമ്മൾ എല്ലാ ദിവസവും ഏറ്റുചൊല്ലേണ്ടവരാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയായിട്ട് പരിണമിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പുറപ്പാട് പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ സകലതും നന്മയാക്കി പരിണമിപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, ഒരു ജനതയ്ക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെയും അഹ്റോൻ്റെയും നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിലേക്ക് പോവുകയാണ്. 2.5 മാസം ഏകദേശം ആയപ്പോഴത്തേക്കിനും മരുഭൂമിയിൽ എത്തിയപ്പോൾ ഇവർ ഈ മോശയ്ക്കും അഹ്റോനും എതിരായിട്ട് പിറുപിറുക്കുകയാണ്. അവർ പറയുകയാണ്, ഈ മരുഭൂമിയിൽ കിടന്ന് ചാകാൻ വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നത്? കാരണം അവിടെയായിരുന്നപ്പോൾ അവിടുത്തെ തടവിലാണ്, അല്ലെങ്കിൽ ഒത്തിരിയേറെ ജോലികൾ ചെയ്യേണ്ട വന്നാലും ആ ഇറച്ചിച്ചട്ടിയും അതിൻ്റെ ചാറും ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് അപ്പം ഭക്ഷിച്ച് ഞങ്ങൾക്ക് തൃപ്തിപ്പെടാമായിരുന്നു. പക്ഷേ ഈ മരുഭൂമിയിൽ കിടന്ന് പിടഞ്ഞു മരിക്കാൻ വേണ്ടിയാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ മോശയ്ക്കും അഹ്റോനും എതിരായിട്ട് പിറുപിറുക്കുമ്പോൾ ഇവർ ഇതെല്ലാം മോശയും അഹ്റോനും അവർ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ജനത്തെ നയിച്ചു കൊണ്ടുപോവുകയാണ്.
ഇവർ ഈ കാര്യങ്ങൾ മുഴുവൻ ദൈവത്തോട് പറയുന്നുണ്ട്. മോശ ഇവരോട് തിരിച്ചു ചോദിക്കുന്നു, ഞാനാണോ നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ദൈവമല്ലേ ഇത്രയും കാലം നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവം നിങ്ങളെ തീറ്റിപ്പോറ്റുമെന്നൊക്കെ മോശ ഇവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറയുക. പിന്നീട് നമ്മൾ കാണുന്നത് മോശയോട് ഈശോ ദൈവം ഇടപെട്ടുകൊണ്ട് പറയുകയാണ്, ജനത്തോട് പറയുക, 6 ദിവസങ്ങളിൽ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾക്ക് മതിയാവോളം അപ്പവും വൈകുന്നേരമാകുമ്പോൾ നിങ്ങൾക്ക് കൊതിതീരുവോളം തിന്നുവാനും മാംസവും ഞാൻ നിങ്ങൾക്ക് നൽകും. അത് നിങ്ങൾ ശേഖരിക്കാൻ പറയുകയാണ്. മനുഷ്യൻ്റെ ആക്രാന്തം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചിലർ കൂടുതൽ ശേഖരിച്ച് വെക്കുന്നുണ്ട്. പിറ്റേ ദിവസത്തേക്കിന് ഇതെല്ലാം ചീഞ്ഞ് നശിച്ചു പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പിന്നീട് കാണുന്നത് 40 വർഷത്തോളം കരുതലോടെ അവരെ പരിപാലിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് വചനം പറയുക. ചെറിയ നമ്പറല്ല, 40 വർഷത്തോളം ഈ ജനങ്ങൾക്ക് അപ്പമായിട്ട്, ആഹാരമായിട്ട് ദൈവം അവരുടെ കൂടെ നടന്ന് പരിപാലിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയാണ്. പുതിയ ഇസ്രായേൽ ജനമായ നമ്മളെ നോക്കിക്കൊണ്ട് ദൈവവും, പ്രിയമുള്ളവരെ, ഈ കരുതലോടെ നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ജീവിതത്തിലൊക്കെ വലിയ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി നോക്കിയിരിക്കുക അല്ലേ? പക്ഷേ പ്രിയമുള്ളവരെ, ഇന്ന് ഈ തമ്പുരാൻ്റെ മുൻപിലായിരുന്നു കൊണ്ട്, ഇവിടുത്തെ മുൻപിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ആരാധിക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ പ്രഭാതം കാണാത്ത അനേകം മനുഷ്യരുണ്ട്. പ്രിയമുള്ളവർ, നമ്മളെപ്പോലെ ഇന്നലെ ഉണ്ട് ഉറങ്ങി, ഇന്നത്തെ പ്രഭാതത്തിൽ ഇനി ജീവിക്കാം, ഒത്തിരി കാര്യങ്ങൾ നമ്മളെപ്പോലെ പ്ലാൻ ചെയ്ത് കടന്നു പോയവരാ. പക്ഷേ ഈ പ്രഭാതം കാണാത്തവർ അധികമുണ്ട്. ആ ഒരു ബോധ്യത്തോടെ ഈ ദേവാലയത്തിലിരുന്നു കൊണ്ട്, ഈ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപിൽ ഇരുന്നു കൊണ്ട് തിരിഞ്ഞു നോക്കി ദൈവമേ നന്ദി എന്ന് പറയുവാനായിട്ട് നമുക്ക് കഴിയണം. കാരണം ഈ നിമിഷം വരെ നമ്മളെ പരിപാലിച്ച് നയിച്ച് ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ആ പരിപാലനയെ ഓർത്തുകൊണ്ട് നന്ദി പറയാനായിട്ട് കഴിയണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷത്തിൽ ഈ പരിപാലനയെക്കുറിച്ച് വീണ്ടും നമ്മൾ വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. വയലിലെ ലില്ലികളെ നോക്കുവിൻ, അതിനകത്ത് യേശു പറയുകയാണ്, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിലൊന്നും. പക്ഷികളെ നോക്കുവിൻ, ലില്ലികളെ നോക്കി, എന്ത് മനോഹരമായിട്ടാണ് ദൈവം അവയെല്ലാം അണിയിച്ചൊരുക്കുക. അങ്ങനെയെങ്കിൽ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ മേൽ ദൈവത്തിന് എന്തുമാത്രം കരുതലുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ മേൽ ദൈവത്തിന് എന്തുമാത്രം കരുതലുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, അത് നമ്മൾ ഓർക്കണം. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ വന്നിരുന്നു കൊണ്ട് ദൈവത്തോട് കൃപയും അനുഗ്രഹവും ചോദിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാനും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയട്ടെ. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ ധ്യാനം നടക്കുന്ന അവസരത്തിൽ, നമ്മൾ താമസിച്ചുള്ള ധ്യാനത്തിൻ്റെയൊക്കെ അവസരത്തിൽ എപ്പോഴും ഈ പെച്ചനച്ഛന് ഒരു ദിവസം വൈകുന്നേരം അച്ഛൻ്റെ ഇവിടെ വന്നതുള്ള 20 വർഷത്തെ അനുഭവത്തെക്കുറിച്ച് പറയാറുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടേക്ക് കടന്നു വരുന്നതിന് മുൻപ് അച്ഛനോടൊത്തുള്ള അനുഭവങ്ങൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. എൻ്റെ റീജൻസി മഹാരാഷ്ട്രയിലായിരുന്നു. ആ അവസരത്തിൽ ഒരു വർഷം സത്താറ സെൻറ്ററിൽ ഞാൻ റീജൻസി ചെയ്താണ്, ഞങ്ങളുടെ മിഷൻ സെൻറ്ററാണ്. ആ അവസരത്തിലാണ് അച്ഛനെ ഒക്കെ എനിക്ക് കൂടുതൽ അടുത്ത് പരിചയപ്പെടാനായിട്ട് സാധിച്ചത്. അവിടെ ഒന്നുമല്ലാത്തൊരു സ്ഥലത്ത് വെറും ഒരു ഷെഡ് കെട്ടി അവിടെ താമസിപ്പിച്ച് അതൊരു മിഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത് കൊടുക്കാനായിട്ട് അധികാരികളൊക്കെ പറഞ്ഞുകൊണ്ടാക്കിയപ്പോൾ ഞാൻ ഉറക്കുകയാണ്, 3 മണി സമയമാകുമ്പോൾ എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ദിവ്യകാരുണ്യം എത്തി. ഇവിടെ വന്നിട്ട് തുടങ്ങിയ പ്രാർത്ഥനയൊന്നുമല്ലത്. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ആരാധിക്കാനായിട്ട് തുടങ്ങും. അതിനുശേഷം വിശുദ്ധ ബലി അർപ്പിച്ചിട്ട് രാവിലെ പണിക്കാരുടെ പോവുകയാണ് മുന്തിരിത്തോപ്പിലേക്ക്. 10-20 ഏക്കർ സ്ഥലത്തോളം മുന്തിരി കൃഷി ചെയ്ത് അതൊരു വലിയൊരു മുന്തിരിത്തോപ്പായിട്ട് ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന രീതിയിൽ ഒരു വലിയ മുന്തിരി കൃഷിയാക്കി ഉയർത്താനായിട്ട് പറ്റി. അവിടെയൊക്കെ പോയ സമയത്ത് എല്ലാ മാസത്തിലും മിഷനിലെ എല്ലാ സെൻറ്ററിലും പോയി പണം, ഓരോ മാസത്തേക്കുള്ള ചിലവുകളൊക്കെ കുറച്ച് ചിലവ് പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. അന്ന് ഞങ്ങൾ എല്ലാ സ്ഥലത്തും സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഒന്നുമില്ല. പൂനെയിൽ പോയി പൈസ എടുക്കണം. ഒരാഴ്ചത്തെ എൻ്റെ പരിപാടിയാണിത്. പൂനെയിൽ പോയി പൈസ എടുക്കണം, തിരിച്ചു വരണം. സത്താറ ഷോളാപ്പൂർ യാത്രയെന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ യാത്രയാണ്. അവിടെ ചെന്നിട്ട് വേണം ഈ പൈസയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വരണം. അങ്ങനെ ഒരു കാലഘട്ടമാണ്. അപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ചില സമയത്ത് മിഷൻ സെൻറ്ററിലൊക്കെ ഇത്രയും യാത്ര ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അച്ഛനും വരുന്നത് കണ്ടിട്ടുണ്ട്. കയ്യിലൊരു മാഗി ന്യൂഡിൽസിൻ്റെ പാക്കറ്റും പിടിച്ചുകൊണ്ടാണ് വരുന്നത്.
ഉണ്ടായിരുന്നത്. കാരണം വരുമ്പോഴും 12 മണിയൊക്കെ ആകും. ആ അവസരത്തിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഹിമാച്ച ഞാൻ ഇച്ചിരി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നോളാം, രാവിലെ സുപ്പീറച്ചനെ കണ്ടിട്ട് പോകാനാണെന്ന് പറയും. ഈ മാഗി പാക്കറ്റൊക്കെ പൊട്ടിച്ച് അതുകൊണ്ട് ഭക്ഷണമുണ്ടാക്കി കഴിച്ചിട്ട് അന്തി ഉറങ്ങി പിറ്റേ ദിവസം തൻ്റെ ശുശ്രൂഷാ മേഖലയിലേക്ക് കടന്നു പോകുന്ന ഒരു അച്ഛനെ കാണാനായിട്ട് ഇട വന്നിട്ടുണ്ട്. അപ്പോഴച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൺമുമ്പിൽ കണ്ട് ഇവിടെ വന്ന ശേഷം പോലും ദൈവാശ്രയത്വത്തോടു കൂടി ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് ഒരു വ്യക്തി അങ്ങോട്ട് തീരുമ്പോൾ ആ ഒരു ദേശം മുഴുവൻ കൃപ നിറഞ്ഞതായിട്ട് തീരുകയാണ്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഇത്രയും പേര് ഇവിടെ വന്നിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കണമെങ്കിൽ, ഞങ്ങൾക്കറിയാം MCBS സഭ തുടങ്ങിയത് കുറച്ച് ദിവസങ്ങളെ ഞങ്ങളിവിടെ താമസിച്ചുള്ളൂ. ഞങ്ങളുടെ സഭാപിതാക്കന്മാർ 33 ദിവസം മാത്രമേ ഇവിടെ താമസിച്ചുള്ളൂ. MCBS സഭ തുടങ്ങിയത് മല്ലപ്പള്ളിയിലാണ്. പക്ഷേ അതിനുശേഷം പാറേപ്പള്ളിയിലേക്ക് അവരെ മാറ്റി താമസിപ്പിക്കുകയാണ്. പിന്നീട് കടുവാക്കുളം എന്ന സ്ഥലം MCBS സഭയ്ക്കായിട്ട് രൂപതയും തരുന്നു. അങ്ങനെയാണ് കടുവാക്കുളം മദർ ഹൗസായിട്ടൊക്കെ തീരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഭവനം തുടങ്ങാനായിട്ട് 1 രൂപ പോലും ആസ്തിയില്ലാത്തൊരു സ്ഥലത്തേക്ക് കടന്നു വരാനായിട്ട് പറയുമ്പോൾ ദൈവത്തിലുള്ള അദമ്യമായ വിശ്വാസവും ദൈവ ആശ്രയവുമാണ് ഇത്രയും വരെ എത്തിച്ചത്. അതിൻ്റെ ഫലമാണ് നമ്മളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുക. നമുക്കറിയാം എന്തോരം പേരാണ് ഇവിടെ വന്ന് പ്രാർത്ഥന ചോദിച്ച് ദൈവകൃപയും നേടിക്കൊണ്ട് കടന്നു പോകുന്നത്. ഒരു വ്യക്തി ദൈവത്തിൽ കണ്ണും പൂട്ടി ആശ്രയിച്ച് ദൈവത്തെ മുറുകെ പിടിച്ചപ്പോൾ അനേകം വ്യക്തികളുടെ ജീവിതങ്ങൾക്ക് അത് പ്രകാശമായിട്ട് തീരുന്നൊരു കാഴ്ച നാം ഇന്ന് ഇവിടെ വന്നിരുന്നു കൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവ ആശ്രയത്വത്തിൽ വളരുവാൻ വേണ്ടി, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടൊരു ജീവിതം നയിക്കുവാൻ വേണ്ടി സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നല്ല ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് നമുക്ക് എടുത്തു വയ്ക്കാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങളെല്ലാം ഒന്ന് അടച്ചു വയ്ക്കാം. ശാന്തമായി ദൈവത്തിന് മുൻപിൽ ഇരുന്നു കൊണ്ട് നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാം നാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ അദമ്യമായ രോഗാവസ്ഥയിലുള്ളവരാകാം, വിദേശങ്ങളിൽ ജോലിയിൽ അല്ലെങ്കിൽ ജോലി ലഭിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാകാം, എന്തുമാകട്ടെ പ്രിയമുള്ളവരെ, എല്ലാം അറിയാവുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ആ വിശ്വസ്തമായ കരങ്ങളിലേക്ക് അവരെ എല്ലാം നമുക്കൊന്ന് ഫലമേൽപ്പിക്കാം.